ശബരിമല നട ഇന്ന് അടയ്ക്കുമെന്ന വ്യാജ പ്രചരണത്തിനെതിരെ സൈബർ പോലീസിന് പരാതി നൽകി ദേവസ്വം ബോർഡ്. സൂര്യഗ്രഹണം മൂലം നട അടയ്ക്കുമെന്നായിരുന്നു പ്രചരണം. 2 വർഷം മുൻപുള്ള വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ തെറ്റായി പ്രചരിച്ചത്. സന്നിധാനത്ത് നിന്ന് മനീഷ് ഐഷ മാത്യു ആണ് ചേരുന്നത്. മനീഷ്, ഇത്രയധികം ആളുകൾ, പ്രത്യേകിച്ച് മണ്ഡലകാലം അവസാനിക്കാറായ സമയത്ത് ഇത്ര അധികം ആളുകൾ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു വ്യാജ വാർത്ത വരുന്നത് വളരെ ഗുരുതരമാണ്. ഇതിൽ ഏതു രീതിയിലാണ് ദേവസ്വം ബോർഡ് നടപടിയെടുത്തിരിക്കുന്നത്? പ്രധാനമായും ഇത്തരത്തിലുള്ള വ്യാജവാർത്തകൾ സാധാരണഗതിയിൽ ശബരിമലയെ സംബന്ധിച്ചും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട്. അത്തരത്തിലുള്ളൊരു വ്യാജ പ്രചരണമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. പ്രത്യേകിച്ച് ഇന്ന് നടയടയ്ക്കും, ഇന്ന് സൂര്യഗ്രഹണമായതുകൊണ്ട് ഇന്ന് നടയടയ്ക്കുമെന്ന തരത്തിലേക്കായിരുന്നു അത്തരത്തിലുള്ളൊരു പ്രചാരണം ഉണ്ടായത്. പക്ഷേ അത് 2 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. അന്ന് അത്തരത്തിൽ സൂര്യഗ്രഹണത്തെ തുടർന്ന് നടയടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു വാർത്തയാണ് ഇപ്പോൾ വീണ്ടും പലരും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത്. എന്തായാലും ഇത് വ്യാജ വാർത്ത എന്നുള്ള കാര്യമാണ് അവർ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ സൈബർ പോലീസിന് ദേവസ്വം പരാതി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ചില സ്ഥാപിത ലക്ഷ്യങ്ങളുടെ പുറത്താണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടുമുള്ള ദേവസ്വം ബോർഡും പറഞ്ഞ പ്രധാന കാര്യമെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നല്ല രീതിയിലുള്ള തിരക്കുള്ള സമയമാണ് ഇപ്പോൾ സന്നിധാനത്ത്. കഴിഞ്ഞ ദിവസം 1 ലക്ഷത്തിലധികം ആളുകളാണ് ഇവിടേക്ക് ദർശനം തേടിയെത്തിയത്. 25-26 നിയന്ത്രണങ്ങളുമുണ്ട് ദർശനത്തിൽ. അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും അധികം ആളുകൾ ദർശനം തേടി സന്നിധാനത്തേക്ക് എത്തേണ്ട ദിവസമാണ്. ആ ഒരു വരവ് തടയുന്നതിനടക്കമുള്ള ഒരു ഗൂഢ ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രചരണം സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അത് പൂർണ്ണമായും ദേവസ്വം ബോർഡ് തള്ളിയിട്ടുണ്ട്. മാത്രമല്ല, ഈ വിഷയത്തിൽ സൈബർ പോലീസിന് പരാതിയും നൽകിയിട്ടുണ്ട്. സ്വാതി.